Assembly hall is a very good place for sleeping. ഉറങ്ങുവാനായിട്ട് ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള ഒരു സ്ഥലമാണ് സാധാരണ സഭാ ഹാളുകൾ. A lot of people feel very comfortable sleeping in the church. പലപ്പോഴും കസേരകളിൽ വളരെ സുഖകരമായിട്ട് ഉറങ്ങുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. I do not know how many of you feel sleepy when I speak this morning. ഈ രാവിലെ ഞാൻ സംസാരിക്കുമ്പോൾ എത്ര പേര് ഉറങ്ങുവാൻ വെമ്പൽ കൊള്ളുന്നു എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. But if any of you want to be alert and listen to the message today, ഇന്ന് ശ്രദ്ധിക്കുവാനായിട്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ I have a medicine for you. നിങ്ങൾക്ക് ഒരു മരുന്ന് നൽകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. Can you see my nose? പ്രിയ സഹോദരന്റെ മൂക്ക് കാണാമോ? It's a beautiful nose. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു മൂക്കാണ്. You know, my wife often says my nose is very beautiful. പ്രിയ സഹോദരന്റെ ഭാര്യ ആ കാര്യം കൂടെ ഓർമ്മപ്പെടുത്താറുണ്ട്. You know, during the initial days of a marriage life, പ്രിയ സഹോദരന്റെ വിവാഹത്തിന്റെ ആദ്യ നാളുകളിൽ my wife always says, പ്രിയ സഹോദരന്റെ ഭാര്യ കൂടെ പറയാറുണ്ട്, when I gaze upon your nose, I don't feel like sleeping. താങ്കളുടെ മുഖത്ത് മൂക്കിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഉറങ്ങാനേ തോന്നത്തില്ല എന്നാണ്. So it's a proven fact. You know, if you do not want to sleep today, you can keep looking at my ഇത് nose. തെളിയിക്കപ്പെട്ട ഒരു സത്യമാണ്. അതുകൊണ്ട് ഉറങ്ങാതിരിക്കണമെന്ന് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ പ്രിയ സഹോദരന്റെ മൂക്കിലേക്ക് നോക്കിക്കൊണ്ട്. But there is a problem. You know, you should not remember my nose when you go home. മറ്റൊരു പ്രശ്നമുള്ളത്, നിങ്ങൾ വീട്ടിൽ പോകുമ്പോൾ ഈ മൂക്കിനെ മറന്നേക്കൂ. You should forget it, otherwise you will not get sleep. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറങ്ങാനേ പറ്റത്തില്ല. So during those days of marriage, വിവാഹത്തിന്റെ ആ നാളുകളില് there were many such funny things. അത്തരത്തിലുള്ള വളരെ തമാശ നിറഞ്ഞ സംഭവങ്ങൾ ഉണ്ടാകാം. One of the things my wife always used to complain about me was I am looking so dark. പ്രിയ സഹോദരന്റെ ഭാര്യ കൂടെ പരാതി പറയുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് പ്രിയ സഹോദരന് നിറം ഇച്ചിരി കുറവാണ് എന്നുള്ളതാണ്. Even our chief secretary has complained about the color darkness, right? നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറി പോലും ആ വിഷയത്തെ കുറിച്ച് കമന്റ് ചെയ്തിട്ടുണ്ട്. So my wife used to ask me, you know, why are you so dark? എന്റെ പ്രിയ സഹോദരന്റെ ഭാര്യ ഇങ്ങനെ ചോദിക്കുകയുണ്ടായി, എന്തുകൊണ്ടാണ് ഇത്രയും ഇരുണ്ടിരിക്കുന്നത്? I told her I was born when there was a power cut. പവർ കട്ട് ഉണ്ടായ സമയത്താണ് താൻ ജനിച്ചത് എന്ന് അതിന് മറുപടി നൽകി. But she was not happy about their answer. ആ ഉത്തരത്തെ കുറിച്ച് അത്ര തൃപ്തിയൊന്നും സഹോദരിക്ക് ഉണ്ടായില്ല. In those days there was a amazing product available. ആ കാലഘട്ടത്ത് വളരെ മനോഹരമായിട്ടുള്ള ഒരു വസ്തു ഈ കാര്യത്തോടുള്ള ബന്ധത്തിൽ ലഭ്യമായിരുന്നു. Fair and Lovely. ഫെയർ ആൻഡ് ലവ്ലി എന്നാണ് ആ I പ്രോഡക്റ്റിന്റെ don't know പേര്. how many of you have used Fair and Lovely. നിങ്ങൾ എത്ര പേര് അത് ഉപയോഗിച്ചിട്ടുണ്ട്? Okay, it's an amazing product. അത് ഏറ്റവും നല്ല ഒരു പ്രോഡക്റ്റ് ആണ്. It will make your face white. നിങ്ങളുടെ മുഖത്തെ വെണ്മയുള്ളതാക്കുവാൻ അത് I have സഹായിക്കും. been using this for many years. കഴിഞ്ഞ ധാരാളം വർഷങ്ങളായിട്ട് പ്രിയ സഹോദരൻ അത് ഉപയോഗിക്കുന്നുണ്ട്. And you can see the result here. അതിന്റെ പരിണിത ഫലം നിങ്ങൾക്ക് കാണുവാനും സാധിക്കും. You know, if you are using Fair and Lovely, നിങ്ങൾ ഫെയർ ആൻഡ് ലവ്ലി ഉപയോഗിക്കുകയാണെങ്കിൽ please don't give up. നിങ്ങളത് നിർത്തരുത്. Keep using it. അത് വീണ്ടും ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുക. One day you will find a result. നിങ്ങൾ അതിന്റെ റിസൾട്ട് നിശ്ചയമായിട്ട് നിങ്ങൾക്ക് ലഭ്യമാകും. Okay, I am just going ahead now this morning with the word of God. ദൈവവചനവുമായിട്ട് മുന്നോട്ട് പോകുവാൻ ഞാൻ I ആഗ്രഹിക്കുന്നു. was talking about my wife, right? That's how I started my message now. എന്റെ സന്ദേശം തുടങ്ങിയത് എന്റെ ഭാര്യയെ കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ്. You know, there is something that always wives used to complain. പലപ്പോഴും ഭാര്യമാര് പരാതിപ്പെടുന്ന ചില വിഷയങ്ങളുണ്ട്. Acha, you don't love me so much. അച്ഛാ, താങ്കൾ എന്നെ അത്രയ്ക്ക് സ്നേഹിക്കുന്നില്ലല്ലോ. I want more love from you. താങ്കളിൽ നിന്ന് ധാരാളം സ്നേഹം ഞാൻ പ്രതീക്ഷിക്കുന്നു. Lot of husbands here probably hear this very often. ഇവിടെ ഇരിക്കുന്ന ഭർത്താക്കന്മാർ കൂടെ ഇത് കേൾക്കുന്ന കാര്യമാണ്. Acha, you don't love me. അച്ഛാ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നില്ലല്ലോ. I don't think, you know, they say this complaint because we are not loving them. നമ്മൾ അവരെ സ്നേഹിക്കാത്തത് കൊണ്ടല്ല ഈ പരാതി അവർ പറയുന്നത്. We do love them. നമ്മൾ അവരെ സ്നേഹിക്കുന്നുണ്ട്. But you know, most of these women think, you know, if I get it more, it will be more good. പ്രിയ സഹോദരന്മാരെ ചിന്തിക്കുന്ന കാര്യം അത് എത്രയും കൂടുതൽ കിട്ടുന്നോ അത്രയും നല്ലതാണല്ലോ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. So they always demand about love. അതുകൊണ്ട് സ്നേഹത്തെ എപ്പോഴും ആവശ്യപ്പെടുന്ന ഒരു സ്വഭാവം സഹോദരിമാർക്കുണ്ട്. So this morning I'm going to talk about love. ഇന്ന് സ്നേഹത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. Love is a very, very exciting feeling. സ്നേഹം എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വികാരമാണ്, ഒരു അനുഭവമാണ്. Being in love and being loved by someone, or there's someone to love, is a
very amazing experience. സ്നേഹിക്കപ്പെടുക, സ്നേഹിക്കുക, ആരെങ്കിലും എന്നെ സ്നേഹിക്കുവാനുണ്ട് എന്ന് തിരിച്ചറിയുക എന്നുള്ളത് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു ഓർമ്മയാണ്. And Bible talks a lot about love. സ്നേഹത്തെക്കുറിച്ച് ധാരാളം വചനം സംസാരിച്ചിട്ടുമുണ്ട്. And I'm sure that you must have heard a lot of messages about love. സ്നേഹത്തെക്കുറിച്ച് അനേകം പ്രഭാഷണങ്ങളും നാം കേട്ടിട്ടുണ്ടാകാം. And again today you are going to listen to the same topic, love. സ്നേഹത്തെക്കുറിച്ച് തന്നെയാണ് വീണ്ടും ഇന്ന് കേൾക്കുവാൻ Even though പോകുന്നത്. you have heard a lot of message about love, I'm sure that the moment I said I'm going to talk about love, each one of you are excited. എത്ര പ്രാവശ്യം സ്നേഹത്തെക്കുറിച്ച് കേട്ടാലും ഇന്ന് ഞാൻ സംസാരിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ ആവേശഭരിതരായി തീരുമെന്നുള്ളതിന് എനിക്ക് I സംശയമില്ല. can see your smiling faces when I said I'm going to talk about love. സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ നിങ്ങളുടെ മുഖത്തിൽ ചിരി ഉണ്ടായതായിട്ട് ഞാൻ And മനസ്സിലാക്കുന്നു. therefore let us straight away go into the topic now. അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കട്ടെ. I'm going to take a very strange passage for this topic today. ഈ വിഷയത്തിന് ഉപോത്ബലകമായിട്ട് ഒരു അപരിചിതമായിട്ടുള്ള ഒരു ഭാഗമാണ് ഞാൻ I'm പരാമർശിക്കുന്നത്. going to Matthew chapter 3 and verse 16. മത്തായി സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിലേക്ക് വരാം. Matthew chapter 3 and verse 16. മത്തായി സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവുന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. Okay, the next verse also. അടുത്ത വാക്യം. 17. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദവും ഉണ്ടായി. Okay, this is my beloved son in whom I am well pleased. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. God of heaven says about his son, I love my son. സ്വർഗത്തിലെ പിതാവായ ദൈവം സാക്ഷ്യപ്പെടുത്തുകയാണ്, ഞാൻ എന്റെ പ്രിയപുത്രനെ സ്നേഹിക്കുന്നു. God says, I love my son Jesus Christ. യേശു കർത്താവ് എന്റെ പുത്രനെ ഞാൻ അധികമായിട്ട് സ്നേഹിക്കുന്നു. So this is God's declaration of his love on his son. തന്റെ പുത്രനെ കുറിച്ചുള്ള ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രഖ്യാപനമാകുന്നു ഇത്. If somebody tells me that he loves me, I'm so happy about it. ആരെങ്കിലും എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഞാൻ വളരെ സന്തോഷത്തോടുകൂടെ ഓർക്കും. My father was a very serious person. പ്രിയ സഹോദരന്റെ പിതാവ് വളരെ He ഗൗരവക്കാരനായിട്ടുള്ള has വ്യക്തിയാണ്. never told me that he loved me. പ്രിയ മകനെ സ്നേഹിക്കുന്നുണ്ടെന്ന് അദ്ദേഹം തന്റെ ജീവിതത്തിൽ ഒരിക്കലും But I പറഞ്ഞിട്ടില്ല. understand that he loved me so much. എന്നാൽ പിതാവ് തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പ്രിയ He സഹോദരൻ gave നന്നായി അറിയാം. so much of his comforts to express his love for me. തന്നോടുള്ള സ്നേഹത്തെ പ്രകടിപ്പിക്കുവാൻ വേണ്ടി തന്റെ വളരെയധികം സൗകര്യങ്ങൾ താൻ പാഴാക്കിയിട്ടുണ്ട്. So my father loved me the same way. The Lord God says, I love my son. ആ പിതാവിന്റെ സ്നേഹം പോലെ തന്നെ ഇത് സ്വർഗസ്ഥനായ പിതാവ് പറയുകയാണ്, എന്റെ പുത്രനെ ഞാൻ അത്യധികമായി സ്നേഹിക്കുന്നു. Now, very often when we talk about love, we go to a very familiar passage in 1 Corinthians. സ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പരിചിതമായിട്ടുള്ള വേദഭാഗമാണല്ലോ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം. Chapter 13. 13-ാം അധ്യായം. That is where we have a very beautiful description about love. സ്നേഹത്തെ കുറിച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള വിശദീകരണം അവിടെ നമുക്ക് ലഭ്യമാകുന്നു. Every time when I read that passage, I'm really excited. ഓരോ പ്രാവശ്യം ആ ഭാഗം വായിക്കും തോറും ഞാൻ വളരെ ആവേശഭരിതരാകാറുണ്ട്. But I think in 1 Corinthians chapter 13, Paul is talking about love in the context of human emotions. മനുഷ്യന്റെ വികാര തലങ്ങളിലുള്ള സ്നേഹത്തെ കുറിച്ചാണ് പൗലോസ് അവിടെ ഊന്നി In പറയുന്നത്. the context of man's anger. മനുഷ്യന്റെ കോപത്തോടുള്ള ബന്ധത്തിൽ, In the context of man's jealousy. മനുഷ്യന്റെ അസൂയയോടുള്ള In ബന്ധത്തിൽ, the context of man's pride. മനുഷ്യന്റെ അഹങ്കാരത്തോടുള്ള ബന്ധത്തിൽ, In the context of man's patience. മനുഷ്യന്റെ സഹിഷ്ണുതയോടുള്ള ബന്ധത്തിൽ, It's all connected with the feelings of man. മനുഷ്യന്റെ വികാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് സ്നേഹത്തെ വിശദീകരിക്കുന്നത്. But is there any other realms of love? സ്നേഹത്തിന് മറ്റേതെങ്കിലും തലങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുമോ? I do believe that there is another realm of love. സ്നേഹത്തിന് മറ്റൊരു തലമുണ്ട് എന്ന് ഞാൻ We must think മനസ്സിലാക്കുന്നു. about love in that realm. ആ തലത്തിൽ സ്നേഹത്തെ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. That is when we understand the real meaning of love. സ്നേഹത്തിന്റെ ശരിയായിട്ടുള്ള അർത്ഥം മനസ്സിലാക്കുമ്പോൾ മാത്രമേ And ആ തലം നമുക്ക് that എത്തിപ്പിടിക്കുവാൻ realm of സാധിക്കൂ. love is between the father and the son. അത് ഈ പിതാവായ ദൈവത്തിന്റെയും പുത്രന്റെയും മധ്യത്തിലുള്ള ഒരു സ്നേഹത്തിന്റെ ഒരു തലം. There is no jealousy there. അതിന്റെ മധ്യത്തിൽ അസൂയയില്ല. There is no anger there. അതിന്റെ മധ്യേ കോപമില്ല. There is no question of patience over there. അവിടെ സഹിഷ്ണുതയെ കുറിച്ചുള്ള That ചോദ്യമൊന്നുമില്ല. is altogether a different realm. അത് ഇതിൽ നിന്നും മാനുഷികമായിട്ടുള്ള സ്നേഹത്തിൽ നിന്നും വിഭിന്നമായിട്ടുള്ള ഒരു തലം And this തന്നെ. is the love over there in that realm. ആ തലത്തിൽ സ്നേഹം ഇങ്ങനെ വിരാജിക്കുകയാണ്. And I believe that is the purest form of love.
love. സ്നേഹത്തിന്റെ ഏറ്റവും ശുദ്ധീവത്തായിട്ടുള്ള ഒരു തലമാണ് And അത്. if you want to know that love, you must look into the relationship between God the Father and Son Jesus Christ. ആ സ്നേഹത്തെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ പിതാവായ ദൈവത്തെയും പുത്രനായ യേശുക്രിസ്തുവിനെയും അവർ തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് നാം So we മനസ്സിലാക്കേണ്ടിയിരിക്കണം. will go through some of those passages. അത്തരത്തിലുള്ള ചില വേദഭാഗങ്ങളിലൂടെ നമുക്ക് കടന്നു And പോകാം. before we go there, അതിലേക്ക് പോകുന്നതിന് മുമ്പേ I also want to say a few verses here. ഒരു ചില വാക്കുകൾ ഞാൻ സൂചിപ്പിച്ചു And കൊള്ളട്ടെ. if you want to know about anything about love, you must ask John the disciple. സ്നേഹത്തെ കുറിച്ച് എന്തെങ്കിലും മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുവാൻ പറ്റിയ ഒരു വ്യക്തിയുണ്ട്, യേശു കർത്താവിന്റെ ശിഷ്യനായ യോഹന്നാൻ. There is no other authors in the Bible who talk so much about love. വേദപുസ്തകത്തിൽ മറ്റൊരു രചയിതാക്കളും യോഹന്നാനേക്കാൾ ഉപരിയായിട്ട് സ്നേഹത്തെ കുറിച്ച് He പറഞ്ഞിട്ടില്ല. says God so loved the world. ലോകത്തെ ദൈവം അത്രയധികമായി സ്നേഹിച്ചു എന്നാണ് താൻ പറയുന്നത്. And then he goes on saying, അത് ഇങ്ങനെ തുടരുന്നു. when it comes to chapter 15 of his book, തന്റെ പുസ്തകത്തിന്റെ സുവിശേഷത്തിന്റെ 15-ാം he അധ്യായത്തിലേക്ക് വരുമ്പോൾ says, love one another. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുവിൻ. Jesus says, when you love one another, the world will know that you are my disciples. നിങ്ങൾ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയും. And John says this is a commandment. യോഹന്നാൻ പറയുകയാണ് ഇതൊരു കൽപ്പനയാണ്. And then John ends his gospel ആ സുവിശേഷം യോഹന്നാൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ with a question. ഒരു ചോദ്യത്തോടു കൂടെയാണ്. Peter, do you love me? പത്രോസേ നീ എന്നെ സ്നേഹിക്കുന്നുവോ? And Peter says, Lord, I like you. പത്രോസ് പറയുന്നത് എനിക്ക് നിന്നെ And ഇഷ്ടമുണ്ട്. again the Lord asks, do you love me? പത്രോസിനോട് വീണ്ടും ചോദിക്കുന്നു, പത്രോസേ നീ എന്നെ സ്നേഹിക്കുന്നുവോ? And Peter says, Lord, I like you. കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. And the question is repeated a third time. മൂന്നാമത്തെ പ്രാവശ്യവും അതേ ചോദ്യം പത്രോസിനോട് ചോദിക്കുന്നു. And Peter could not take it anymore. ഇതിന് കൂടുതലായിട്ട് ആ ചോദ്യത്തിന്റെ മുമ്പ് And therefore നിൽക്കുവാൻ that തനിക്കാകില്ല. question remains unanswered there. ആ ചോദ്യത്തിന് ഉത്തരം ലഭിക്കാതെ പോവുകയാണ് The അവിടെ. question is, do you love me? നീ എന്നെ സ്നേഹിക്കുന്നു എന്നാണ് ചോദ്യം. That question is not answered there. ആ ചോദ്യത്തിന് അവിടെ ഉത്തരം ലഭ്യമാകുന്നില്ല. John also talks about truth. യോഹന്നാൻ സത്യത്തെ കുറിച്ചും പറയുന്നുണ്ട്. I don't think there is any other authors who talks so much about truth. സത്യത്തെ കുറിച്ച് ഇതിൽ കൂടുതൽ രചിച്ചിട്ടുള്ള മറ്റു He രചയിതാക്കളില്ല. says grace and truth in chapter 1. ഒന്നാമത്തെ അധ്യായത്തിൽ തന്നെ കൃപയും സത്യത്തെ കുറിച്ചും താൻ പറയുന്നുണ്ട്. God became flesh യേശു കർത്താവ് ജഡം ധാരിച്ചു, and dwelt among us, അവൻ നമ്മുടെ ഇടയിൽ പാർത്തു. and we beheld his glory നമ്മൾ അവന്റെ തേജസ്സിനെ കണ്ടു, as the Son of God. ദൈവത്തിന്റെ പുത്രന്റെ And he തേജസ്സായി. dwelt among us with a grace and truth, full of grace and full of truth. അവൻ നമ്മുടെ ഇടയിൽ കൃപയും സത്യവും നിറഞ്ഞവനായിട്ട് മുഴു സത്യവും മുഴു സ്നേഹവുമായിട്ട് And he അവൻ goes on to talk നിറഞ്ഞു. about truth. അവൻ സത്യത്തെ കുറിച്ച് He പ്രഖ്യാപിക്കുന്നു. says John came to testify about truth. യോഹന്നാൻ പറയുന്നുണ്ട് സത്യത്തെ കുറിച്ച് സാക്ഷീകരിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. And then Jesus says, and then John says, Jesus Christ is truth. യേശു കർത്താവ് തന്നെയാണ് സത്യമെന്ന് യോഹന്നാൻ പറയുന്നു. In chapter 17, John says, Jesus Christ is true God and true life. 17-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ പറയുകയാണ് അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. So John talks about truth. യോഹന്നാൻ സത്യത്തെ കുറിച്ച് And പ്രസ്താവിക്കുകയാണ്. he ends about this thesis of truth in chapter 19. 19-ാം അധ്യായത്തില് സത്യത്തിന്റെ ആ തീസിസ് പ്രബന്ധം അവിടെ അവസാനിപ്പിക്കുകയാണ്. Again a question. ഒരു ചോദ്യം. Pilate asked, what is truth? പിലാത്തോസ് ചോദിക്കുകയാണ് സത്യം എന്നാൽ എന്ത്? And nobody answered that. ആ ചോദ്യത്തിനും ആരും ഉത്തരം And നൽകുന്നില്ല. we don't find answer for that question in the book of John. യോഹന്നാന്റെ സുവിശേഷത്തിൽ ആ ചോദ്യത്തിന് ഉത്തരം കാണുവാൻ So കഴിയുന്നില്ല. two major topics in the book of John. യോഹന്നാന്റെ സുവിശേഷത്തിലെ രണ്ട് പ്രധാനപ്പെട്ട One സന്ദേശങ്ങൾ, is truth. ഒന്ന് സത്യം, The other one is love. മറ്റൊരു വിഷയം എന്ന് പറയുന്നത് സ്നേഹം. Both are ending with questions. രണ്ടും ചോദ്യത്തോടുകൂടെ അവസാനിക്കുകയാണ്. What is truth? എന്താണ് സത്യം? Do you love me? നീ എന്നെ സ്നേഹിക്കുന്നുവോ? Nobody has answered. ആരും അതിന് ഉത്തരം നൽകുന്നില്ല. If you dare, you can come and answer now. ഇപ്പോൾ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഉത്തരം നൽകാം. It is open now. ഇപ്പോൾ അത് തുറന്ന് നൽകുകയാണ്. But John did not talk his thesis over there. യോഹന്നാൻ പറയുന്ന പ്രബന്ധം അവിടെ തീരുന്നില്ല. He continues to talk about that. അതിനെക്കുറിച്ച് വീണ്ടും താൻ When we സംസാരിക്കുകയാണ്. come to the book of John, letters of John, യോഹന്നാന്റെ ലേഖനങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ he again pick up the same topic. ഇതേ ആശയങ്ങൾ തന്നെ വീണ്ടും താൻ എടുക്കുകയാണ്. And then he says, അവിടെ താൻ പറയുന്നു, dear Gaius, whom I love in truth.
ഗായോസ്, ഞാൻ ക്രിസ്തുവിൽ സത്യത്തിൽ നിന്നെ സ്നേഹിക്കുന്നവനായ ഗായോസിനെ കുറിച്ച് So the പറയുന്നു. combination of truth and love comes there. അവിടെ ഇതാ സത്യവും സ്നേഹവും ഒരുമിച്ച് What is സമ്മേളിക്കുന്നു. the combination we have started? In എവിടെ? chapter 1 of the book of Gospel of John. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ താൻ തുടങ്ങുന്നത് എവിടെയാണ്? Grace and truth. കൃപയും സത്യവുമാണ്. And he ends with truth and love. എന്നാൽ താൻ എഴുതി അവസാനിപ്പിക്കുന്നത് സത്യവും സ്നേഹവും ഒരുമിച്ച് I ചേർത്തുകൊണ്ട്. believe in this way. ഞാൻ അതിനെ ഇങ്ങനെ ചിന്തിക്കുന്നു. The truth and life started a journey together. ട്രൂത്ത് ആൻഡ് Truth and grace. സത്യവും കൃപയും കൂടെ ഒരു യാത്ര പുറപ്പെടുകയാണ് ഒരുമിച്ച്. And on the way, അതിന്റെ വഴിയിൽ grace disappears. കൃപ മാറിപ്പോയി. What comes along? ഏതാ അതിനോട് Love comes along. സ്നേഹം അതിനോട് കൂടെ ചേർന്ന് And വരികയാണ്. that is why John ends there. അതുകൊണ്ടാണ് യോഹന്നാൻ ഇങ്ങനെ അവസാനിപ്പിക്കുന്നത്. It is truth and love. സത്യവും സ്നേഹവും. I love you with truth and love. ഞാൻ നിന്നെ സത്യത്തിലും സ്നേഹിക്കുകയാണ്. So do we need grace? നമുക്ക് ഗ്രേസ് വേണമോ? We need grace. നമുക്ക് കൃപ ആവശ്യമാണ്. But when we grow in grace, what is the outcome? The outcome is love. നാം കൃപയിൽ വളർന്നു വരുമ്പോൾ അതിന്റെ പരിണിത ഫലം എന്ന് പറയുന്നത് സ്നേഹം And ഉൽപ്പാദിപ്പിക്കപ്പെടുക. therefore, if you want to know anything about the love, you must ask John. അതുകൊണ്ട് സ്നേഹത്തെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ യോഹന്നാൻ അപ്പോസ്തലനോട് ചോദിക്കും. John talks a lot about love. സ്നേഹത്തെ കുറിച്ച് അപ്പോസ്തലനായ യോഹന്നാൻ ധാരാളം സംസാരിക്കുന്നു. Especially the love between the father and the son. പ്രത്യേകിച്ച് പിതാവും മക്കളും മകനും തമ്മിലുള്ള സ്നേഹം. There's no other authors very explicitly write about the love between the father and son like John, the beloved disciple. യേശു കർത്താവിന്റെ പ്രിയ ശിഷ്യനായ യോഹന്നാനെ പോലെ പിതാവും മകനും തമ്മിലുള്ള സ്നേഹത്തെ കുറിച്ച് വാചാലമായിട്ട് എഴുതിയിട്ടുള്ള മറ്റു ലേഖനകാരില്ല. God says, son, I love you at the time of baptism. സ്നാനത്തിന്റെ സമയത്ത് പിതാവായ ദൈവം പറയുകയാണ്, അല്ലയോ പുത്ര, കർത്താവ് യേശുവേ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. Now, shall we ask John, is it true whether that statement was true or not? യോഹന്നാനോട് ചോദിക്കുക, ഈ സ്റ്റേറ്റ്മെന്റ്, ഈ പ്രസ്താവന സത്യമാണോ? John will say, yes, it is true, absolutely true. യോഹന്നാൻ സ്നാപകൻ പറയും, അതെ, ഇത് വാസ്തവത്തിൽ ശരി തന്നെയാണ്. So the first verse we read is John's Gospel chapter 3 and verse 35. യോഹന്നാന്റെ സുവിശേഷം 3:35 വാക്യം. And we read there, അവിടെ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, the father loves the son. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു. The father loves the son. പിതാവ് മകനെ സ്നേഹിക്കുന്നു. John says that is true. What God testified about his son is very true. Father loves the son. ദൈവം പിതാവ് പുത്രനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം അത് തന്നെയാണ്. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു. And John reconfirms it. ഇവിടെ ഇതാ യോഹന്നാൻ അതിനെ വീണ്ടും ഉറപ്പിക്കുകയാണ്. Chapter 5 and verse 20. 5-ാമത്തെ അധ്യായം 20-ാമത്തെ And വാക്യം. it says, for the father loves the son. പിതാവ് പുത്രനെ സ്നേഹിക്കുകയും. Okay, father loves the son, again reconfirms. അവിടെ വീണ്ടും പറയുകയാണ്, പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു. Okay, now again chapter 14 and 31. 14-ാം അധ്യായം 31-ാമത്തെ വാക്യം. Jesus says, I love the father. അവിടെ പറയുകയാണ്, പുത്രൻ പറയുകയാണ്, യേശു കർത്താവ് പറയുന്നു, ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നു. And chapter 10 and verse 17. 10-ാം അധ്യായം 17-ാമത്തെ വാക്യം. The reason my father loves me. അതിന്റെ കാരണം എന്ന് പറയുന്നത് പിതാവ് എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. All these passages says father loves the son. ഈ ഭാഗങ്ങളൊക്കെ പറയുന്നത് പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു എന്ന് തന്നെയാണ്. So we can be absolutely sure about the statement of our Lord. അതുകൊണ്ട് യേശു കർത്താവിന്റെ ആ ഒരു പ്രസ്താവനയെ നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. Yes, father loves the son. പിതാവായ ദൈവം പുത്രനെ സ്നേഹിക്കുന്നു. There are so many verses. അനേക വാക്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിലുണ്ട്. John says, yes, father loves the son. യോഹന്നാൻ പറയുകയാണ്, അതെ, പിതാവ് പുത്രനെ Now we'll സ്നേഹിക്കുന്നു. go back to all these passages one more time. ഈ ഭാഗങ്ങളിലേക്ക് വീണ്ടും ഒന്നുകൂടെ കടന്നു വരാം. We'll see if father loves son, how that son, that love is expressed towards the son. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ സ്നേഹം എങ്ങനെയാണ് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്? What is the proof of love? അതിന്റെ തെളിവെന്താണ്? I think two people who are in love രണ്ടുപേര് will സ്നേഹത്തിലായിരിക്കുന്നുവെങ്കിൽ always ask, what is the proof of your love? നിങ്ങളുടെ സ്നേഹത്തിന്റെ തെളിവെന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിക്കും. Will you give me your life? നിന്റെ ജീവൻ എനിക്ക് വേണ്ടി പകരം തരുമോ? What is the proof of your love? നിന്റെ സ്നേഹത്തിന്റെ തെളിവെന്ത്? So there are so many proofs John placed before us. ഇവിടെ യോഹന്നാൻ നമ്മുടെ മുമ്പാകെ ആ സ്നേഹത്തിന്റെ വിവിധ തെളിവുകൾ നിരത്തി Go വെക്കുകയാണ്. back to chapter 3 and verse 35 one more time. മത്തായി സുവിശേഷം 3:35 ഒരു പ്രാവശ്യം കൂടെ The വായിക്കാം. father loves the son and has placed everything in his hand.
പിതാവ് പുത്രനെ സ്നേഹിക്കുക മാത്രമല്ല, സ്നേഹിച്ചിട്ട് സകലവും അവന്റെ കരങ്ങളിൽ നൽകിയിരിക്കുന്നു. The first proof of his love ഒന്നാമത്തെ സ്നേഹത്തിന്റെ തെളിവ് is that he gives everything to in the hands of the Son. പുത്രന്റെ കയ്യിൽ സകലവും പിതാവ് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. That is the evidence of God's love towards his Son. പിതാവിന് പുത്രനോടുള്ള സ്നേഹത്തിന്റെ ഒന്നാമത്തെ തെളിവാണത്. He says, Son, I love you. അല്ലയോ മകനെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. And therefore I give you everything I have. അതുകൊണ്ട് എനിക്കുള്ളതെല്ലാം ഞാൻ നിനക്ക് തരുവാൻ പോവുകയാണ്. Can you imagine what God has? പിതാവിന് എന്താണുള്ളത് എന്ന് നിങ്ങൾക്ക് ചിന്തിക്കുവാൻ സാധിക്കും. World is his. ആ സകല പ്രപഞ്ചവും അവന്റെ കരങ്ങളിലാണ്. Whatever you see or whatever you cannot see in the world, നിങ്ങൾക്ക് കാണാനും കാണുവാൻ സാധിക്കാത്തത് മുഴുവൻ അവന്റെ വകയാണ്. all the wealth of this world, ഈ ലോകത്തിന്റെ സകല ധനവും, everything created in this world, ഈ ലോകത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന everything belongs to God. അതെല്ലാം ദൈവത്തിന്റെ വകയാണ്. And God says that because I love you, പിതാവ് പറയുകയാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് I give you everything. എല്ലാ കാര്യവും ഞാൻ നിനക്ക് തരികയാണ്. So the first principle or first point here is every true love, there will be a true sharing. ഒന്നാമത്തെ തത്വം എന്ന് പറയുന്നത്, ശരിയായിട്ടുള്ള ഏത് സ്നേഹത്തിന്റെയും പിന്നിൽ ഒരു പങ്കിടലുണ്ട്. There is a sharing of everything. എല്ലാത്തിന്റെയും പങ്കിടൽ ഒരു സ്നേഹത്തിന്റെ പിന്നിലുണ്ട്. When you say that you love someone, നമ്മൾ ആരെങ്കിലും സ്നേഹിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ, you are willing to share everything with that person. ആ വ്യക്തിയുമായിട്ട് നിങ്ങളുടെ സകലവും പങ്കിടുവാനായിട്ട് നിങ്ങൾ തയ്യാറായിരിക്കും. Including your passwords. ഒരുപക്ഷെ പാസ്വേഡ് പോലും പങ്കിടുവാൻ തയ്യാറായിരിക്കും. Your account numbers. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ, your bank balance. നിങ്ങളുടെ ബാങ്കിലെ ബാലൻസ് തുക, all the details you have to supposed to share with the person. സകല കാര്യങ്ങളും തുറന്നു നൽകുവാനായിട്ട് മനസ്സുള്ളവരായിരിക്കും. And you must disclose how much property you have. നിങ്ങളുടെ വകയായിട്ട് എത്ര സമ്പത്ത്, സ്വത്തുണ്ട് എന്നുള്ളത് what is your earning? നിങ്ങളുടെ മാസ ശമ്പളം എത്രയാണ്? I know that there are many wives do not know what is the earning of the husband. പല സഹോദരിമാർക്കും ഭർത്താവിന്റെ ശമ്പളത്തിന്റെ തുക അറിയത്തില്ല. I have a friend in Bangalore. ബാംഗ്ലൂരിലെ പ്രിയ സഹോദരൻ ഒരു സുഹൃത്തുണ്ട്. Who has many apartments. തനിക്ക് അനേക അപ്പാർട്ട്മെന്റുകളുണ്ട്. He works in Gulf. ഗൾഫിലായിരുന്ന സമയത്ത് But his wife and children do not know that he has so many apartments. അത്രയും അപ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് തന്റെ ഭാര്യയ്ക്കും മക്കൾക്കും അറിയില്ലായിരുന്നു. He told me once. ഒരിക്കൽ ഈ സഹോദരനോട് പറഞ്ഞു, I have not told this to my children. അദ്ദേഹം പറഞ്ഞു, എന്റെ മക്കളോട് ഞാനിത് പറഞ്ഞിട്ടില്ല. If I tell them that I have so much property, എനിക്ക് അത്രയും അപ്പാർട്ട്മെന്റ് ഉണ്ട് എന്ന് മക്കൾ അറിയുകയാണെങ്കിൽ they will become lazy. അവർ ലേസി ആയിട്ട് തീരും. Therefore I have not told them. അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. So if there is true love, ശരിക്കുമുള്ള സ്നേഹം ഉണ്ടെങ്കിൽ, you will give everything to the person, the object of your love. നിങ്ങളുടെ സ്നേഹത്തിന്റെ ഭാജനമായിരിക്കുന്ന വ്യക്തിക്ക് സകലവും നൽകുവാൻ, പങ്കിടുവാൻ തയ്യാറാണ്. So father's love to a son is revealed by giving everything or sharing everything. പിതാവിന് പുത്രനോടുള്ള സ്നേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത്, തെളിയിക്കപ്പെട്ടിരിക്കുന്നത് പിതാവ് തനിക്കുള്ള സകലവും പുത്രന് നൽകിക്കൊണ്ടാണ്. Let me go further from there to my second point. എന്റെ രണ്ടാമത്തെ വിഷയത്തിലേക്ക് ഞാൻ കടന്നു പോകട്ടെ. Chapter 5 and verse 20. 5-ാം അധ്യായം 20-ാമത്തെ വാക്യം. And it says here, അവിടെ ഇങ്ങനെ പറയുന്നു, for the father loves the son and shows him all he does. പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതൊക്കെയും അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. Yes, and he will show him even greater works than these, so that you will be amazed. നിങ്ങൾ ആശ്ചര്യപ്പെടുമാറ് ഇവയിൽ വലിയ പ്രവൃത്തികളും അവന് കാണിച്ചു കൊടുക്കും. Now father says, I love my son. ഇവിടെ പിതാവ് പറയുകയാണ്, ഞാൻ എന്റെ പുത്രനെ സ്നേഹിക്കുന്നു. And I will show him everything I do. ഞാൻ ചെയ്യുന്നതെല്ലാം അവന് ഞാൻ വെളിപ്പെടുത്തി കൊടുക്കും. So my second point here is, രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത്, love is transparent. സ്നേഹം എന്ന് പറയുന്നത് വളരെ ട്രാൻസ്പാരന്റ് ആയതാണ്. There is nothing covered. അതിലൊന്നും മറച്ചു വയ്ക്കപ്പെടുന്നില്ല. God says, I will tell my son everything. എന്റെ മകനോട് ഞാൻ മുഴുവൻ കാര്യങ്ങളും തുറന്നു കാണിക്കാൻ When the പോകുകയാണ്. son will come and ask him, മകൻ പിതാവിനോട് വന്ന് ചോദിക്കും, Father, how did you create sun? അല്ലയോ പിതാവേ, നീ എങ്ങനെയാണ് സൂര്യനെ സൃഷ്ടിച്ചത്? Father will not say, you are too small, you cannot understand it. I will tell you later. പിതാവ് ഒരിക്കലും ഇങ്ങനെ പറയില്ല, മകനെ നീ വളരെ ചെറിയ കുഞ്ഞാണ്, നീ ഇത് മനസ്സിലാക്കാറായിട്ടില്ല, പിന്നീട് ഞാൻ ഒരിക്കൽ പറഞ്ഞു തരാമെന്ന് പിതാവ് പറയില്ല. When father, when he comes to ask, how do you maintain the cosmos? How do you maintain the world? ഈ പ്രപഞ്ചത്തെ നീ എങ്ങനെയാണ് ചലിപ്പിക്കുന്നത്, ഈ ലോകത്തെ എങ്ങനെയാണ് നീ നിയന്ത്രിക്കുന്നത് എന്ന് പിതാവിനോട് ചോദിച്ചാൽ, Son, that is a secret only I know. അല്ലയോ മകനെ, അത് എനിക്ക് മാത്രം അറിയാവുന്ന രഹസ്യമാണ്. I will not share it with you. നിന്നോട് പോലും ഞാനത് മറച്ചു പറയില്ല. Father will not say that. പിതാവ് ഒരിക്കലും അങ്ങനെ പറയില്ല. Father will
show everything. പിതാവ് സകലതും പുത്രന്റെ മുമ്പാകെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. Everything that has already happened is very transparent to him. ഈ മുമ്പിൽ സംഭവിച്ച സകല കാര്യങ്ങളും പുത്രനെ സംബന്ധിച്ച് വ്യക്തമായിട്ട് അറിവുള്ളതാണ്. And he says, I will tell you greater things. മാത്രമല്ല പിതാവ് പറയുന്നത് ഇതിലും വലിയ കാര്യത്തെ കുറിച്ച് ഞാൻ അവന് വെളിപ്പെടുത്താൻ I do not know what exactly is the reference he is to. എന്താണ് പിതാവോട് ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല. Maybe his own resurrection. That's a greater thing, right? ഒരു പക്ഷേ പുത്രന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുള്ളതായിരിക്കാം. Maybe the rapture of the church. അല്ലെങ്കിൽ സഭയുടെ ഉൽപ്രാവണത്തെ കുറിച്ചുള്ളതായിരിക്കാം. Greater thing. അത് വൻ കാര്യങ്ങൾ തന്നെയാണ്. And Jesus says, Father does nothing without revealing it to me. പുത്രനോട് വെളിപ്പെടുത്താതെ ഒരു കാര്യവും പിതാവ് ചെയ്യുന്നില്ല. A total transparency in their relationship. പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധത്തിൽ തികഞ്ഞ ട്രാൻസ്പാരൻസി അവിടെ പാലിക്കപ്പെടുകയാണ്. ഒരു രഹസ്യവും സൂക്ഷിക്കുന്നില്ല. True love is so transparent. ശരിയായിട്ടുള്ള സ്നേഹം എന്ന് പറയുന്നത് അത് ട്രാൻസ്പാരന്റ് ആയിട്ടുള്ളതാണ്. I do believe that this is one of the very tough things in love. ഇത് ഏറ്റവും സ്നേഹത്തിന്റെ ഇടയിൽ വളരെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു വിഷയം തന്നെയാണ്. It is very hard to be very transparent. മറ്റുള്ളവരോട് എല്ലാം തുറന്ന് വെളിവാക്കുക എന്നുള്ളത് പലപ്പോഴും ബുദ്ധിമുട്ടാണ്. When the wife asks you, where did you go? ഭാര്യ നിങ്ങളോട് ചോദിക്കുകയാണെന്നിരിക്കട്ടെ, എവിടെയാണ് നിങ്ങൾ പോകുന്നത്? You have gone to a wrong place. നിങ്ങൾ തെറ്റായിട്ടുള്ള ഒരു സ്ഥലത്തല്ല പോകുന്നത്. But will you say that? കൃത്യമായിട്ടുള്ള സ്ഥലം പറയുമോ? When wife call you and ask you, where are you right now? വൈഫ് നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇപ്പൊ എവിടെയാണ്? If you are in a wrong place, will you tell the name of that place? നിങ്ങൾ തെറ്റായിട്ടുള്ള ഒരു സ്ഥലത്താണ് എങ്കിൽ ആ സ്ഥലത്തിന്റെ പേര് പറയുമോ? But in the relationship between father and son, they are very transparent. എന്നാൽ ഇവിടെ പിതാവിന്റെയും പുത്രന്റെയും ബന്ധത്തിൽ അത് വളരെ സുതാര്യമായിട്ടുള്ള ഒരു ബന്ധമാണ്. My father does nothing without telling me. എന്നോട് പറയാതെ പിതാവ് ഒന്നും ചെയ്യുകയില്ല. He will even greater things he will reveal to me. അതിലും കൂടിയ കാര്യങ്ങൾ അവൻ എനിക്ക് വെളിപ്പെടുത്തി തരും. It's a complete transparency between father and son. തികഞ്ഞ സുതാര്യത പിതാവും പുത്രനും തമ്മിലുള്ള സ്നേഹത്തിന്റെ മധ്യമുണ്ട്. Let me go further from here. ഇവിടെ നിന്ന് മുന്നോട്ട് പോകട്ടെ. And in verse 22, chapter 5 and verse 22, 5-ാം അധ്യായം 22-ാമത്തെ വാക്യം, we have an amazing truth over there. അവിടെ മറ്റൊരു വലിയ സത്യം നമുക്ക് കാണുവാൻ That സാധിക്കും. all may honor his son just as they honor the father. പിതാവ് എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കണമെന്ന് പിതാവ് ആഗ്രഹിക്കുന്നു. Whoever does not honor the son does not honor the father who sent him. പുത്രനെ ബഹുമാനിക്കാത്തവർ ആ പുത്രനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. Now father says, ഇവിടെ പിതാവ് പറയുന്നത്, I love my son, ഞാൻ എന്റെ പുത്രനെ സ്നേഹിക്കുന്നു, and I want him to be honored by people. ജനം അല്ലെങ്കിൽ ലോകത്തിലുള്ളവർ അവനെ ബഹുമാനിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. What is the meaning there? എന്താണ് അതിന്റെ ആശയം? It means ഇതിന്റെ അർത്ഥം, God is committed to protect the dignity and respect of his son. തന്റെ പുത്രന്റെ ഡിഗ്നിറ്റിയും അവന്റെ ബഹുമാന്യതയും സംരക്ഷിക്കപ്പെടണമെന്ന് പിതാവ് ആഗ്രഹിക്കുന്നു. The true love will protect the dignity and respect of the other person. ശരിയായിട്ടുള്ള സ്നേഹം എന്ന് പറയുന്നത് മറുപക്ഷത്ത് ഉള്ള വ്യക്തിയുടെ വ്യക്തിത്വത്തെയും അവന്റെ മാന്യതയും സംരക്ഷിക്കുന്ന സ്നേഹമാണ്. And you will never try to put down that person. ആ വ്യക്തിയെ ഒരിക്കലും ഇകഴ്ത്തി കാണുവാനായിട്ട് You will never use a word to harm the dignity of the other person. ആ വ്യക്തിയെ അവരുടെ മാന്യതയ്ക്ക് കുറവ് വരുന്ന ഒരു വാക്ക് പോലും ആ വ്യക്തി ചെയ്യുകയില്ല, പറയുകയില്ല. When someone abused that person, ആരെങ്കിലും ആ വ്യക്തിയെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ he will immediately come in between. അതിന്റെ ഇടയിലേക്ക് സ്നേഹിക്കുന്ന വ്യക്തി കടന്നു വരും. And you will try to protect the dignity of that person. ആ വ്യക്തിയുടെ മാന്യതയെ സംരക്ഷിക്കുവാൻ എപ്പോഴും ഇദ്ദേഹം പ്രതിജ്ഞാബദ്ധമാണ്. Father says to son, പിതാവ് പുത്രനോട് പറയുകയാണ്, my son must be honored. എന്റെ പുത്രൻ ബഹുമാനിക്കപ്പെടണം. And he says that same way, just as I am honored by the people, ഞാൻ എങ്ങനെയാണോ മാന്യതനായിരിക്കുന്നത് അതുപോലെ in the same level, അതേ തലത്തിൽ, in the same degree, അതേ ഡിഗ്രിയിൽ my son must be honored. എന്റെ പുത്രനും മാനിക്കപ്പെടണം. Not even bit less. അതിലല്പം കുറവുള്ള മാന്യതയല്ല. Oh, she is my wife, so she does not need the kind of honor I deserve. എന്റെ ഭാര്യ ആയതുകൊണ്ട് എനിക്ക് കിട്ടുന്ന മാന്യത അത്രയും കിട്ടണ്ട എന്ന് ഒരിക്കലും ഒരു പുരുഷൻ വിചാരിക്കില്ല. Oh, she is not educated, that is enough for her. അത്ര വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇത്ര മാന്യതയൊക്കെ മതി എന്ന് ചിന്തിക്കാറില്ല. She is not well employed, that's enough for her. ഒരുപക്ഷെ നല്ല ഉദ്യോഗമൊന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് കിട്ടുന്ന അത്ര മാന്യത വേണ്ട. No, that is not the way the father says here. അങ്ങനെയല്ല പിതാവ് ഇവിടെ പറയുന്നത്.
Father says he must be honored the same way I am honored. ഞാൻ എപ്രകാരം മാനിക്കപ്പെടുന്നുവോ അതുപോലെ ഞാൻ സ്നേഹിക്കുന്ന പുത്രനും മാനിക്കപ്പെടണം. So the true love always protect the dignity and respect of the object of love. ശരിക്കും സ്നേഹം എന്ന് പറയുന്നത് ആരെയാണോ നാം സ്നേഹിക്കുന്നത് അദ്ദേഹത്തിന്റെ മാന്യതയും ബഹുമാന്യതയും സംരക്ഷിക്കുവാനായിട്ട് പ്രതിജ്ഞാബദ്ധമാണ്. Are you loving your people in the same way? ആ നിലയിൽ ആണോ നാം മറ്റുള്ളവരെ സ്നേഹിക്കുന്നത്? Especially in the context of husband and wives, ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധത്തോടുള്ള ബന്ധത്തിൽ parents and children. പിതാക്കളും അല്ലെങ്കിൽ മാതാപിതാക്കളും മക്കളും തമ്മിൽ Even when you talk to your children, do you respect them? നാം അവരോട് സംസാരിക്കുമ്പോൾ ബഹുമാനത്തോടു കൂടെയാണോ When സംസാരിക്കുന്നത്? you talk to your children, do you present yourself in a manner that they will respect you? നാം നമ്മുടെ മക്കളോട് സംസാരിക്കുമ്പോൾ നാം നമ്മെ തന്നെ അവരുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത് അവർ നമ്മെ ബഹുമാനിക്കുന്ന വിധത്തിൽ തന്നെയാണോ? So father says, my son must be honored. പിതാവ് പറയുകയാണ്, എന്റെ പുത്രൻ ബഹുമാനിക്കപ്പെടണം. The true love always protect the dignity of the other person. ശരിക്കുമുള്ള സ്നേഹം എന്ന് പറയുന്നത് സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയുടെ മാന്യതയും ബഹുമാന്യതയും സംരക്ഷിക്കുന്ന സ്നേഹമാണ്. Let me go further from there to my fourth point. അവിടെ നാലാമത്തെ വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരട്ടെ. And this is in chapter 14 and verse 31. 14-ാമത്തെ അധ്യായം 31-ാമത്തെ വാക്യത്തിലാണ് അത് We കാണുന്നത്. have already read this passage. ഈ ഭാഗം നാം മുമ്പ് വായിച്ചതാണ്. Yeah, we read in this passage, but he comes so that the world may learn that I love the Father and do exactly what my Father has commanded me. എങ്കിലും ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുവെന്നും പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നു എന്നും ലോകമറിയട്ടെ. And the Lord says, I love my Father. ഇവിടെ പറയുകയാണ്, ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നു. He കർത്താവ് പറയുകയാണ്. talks about his love to his Father. യേശു കർത്താവ് തന്റെ പിതാവിനോടുള്ള സ്നേഹത്തെ കുറിച്ച് ഇവിടെ And പറയുകയാണ്. then he says, എന്നിട്ട് പറയുകയാണ്, I want the world to know that love. ആ സ്നേഹം ഈ ലോകം അറിയണം. Love must be known to others. സ്നേഹം മറ്റുള്ളവർ അറിയപ്പെടേണ്ട ഒന്നാണ്. Father's love to the Son and Son's love to the Father must be known to the world. പിതാവിന് പുത്രനോടുള്ള സ്നേഹവും പുത്രന് പിതാവിനോടുള്ള സ്നേഹവും ലോകം അറിയപ്പെടേണ്ടുന്ന സ്നേഹമാണ്. And my fourth point is there is no secret in true love. ശരിയായിട്ടുള്ള സ്നേഹത്തിൽ അതിനകത്ത് രഹസ്യങ്ങളൊന്നുമില്ല. ഇതാണ് എന്റെ I നാലാമത്തെ have പോയിന്റ്. come across a lot of young people who says to me, Uncle, I am in love, but that's a secret. പല യുവ ജനങ്ങളും പ്രിയ സഹോദരനോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട്, എന്നാൽ ഒരു രഹസ്യം ഞാൻ സൂക്ഷിക്കും. Don't tell my parents about it. Okay? എന്റെ പിതാവിനോട് ആ കാര്യങ്ങളൊന്നും Or പറയരുത്. then don't tell it to anybody. മറ്റാരോടും ഈ രഹസ്യം പറയരുതേ. I am in love, ഞാൻ സ്നേഹത്തിലാണ്, but I want to keep this love in secret. എന്നാൽ ഈ സ്നേഹം ഒരു രഹസ്യമായിട്ട് സൂക്ഷിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. If somebody comes to know about this love, ആരെങ്കിലും ഈ സ്നേഹത്തെ കുറിച്ച് അറിഞ്ഞാൽ I am in trouble. ഞാൻ പ്രശ്നത്തിലാകും. So I am going to keep this love in secret. അതുകൊണ്ട് ഈ സ്നേഹത്തെ തുടർമാനമായിട്ട് രഹസ്യമാക്കി സൂക്ഷിക്കുവാൻ ഞാൻ Let ആഗ്രഹിക്കുന്നു. me tell you that is not a true love. അത് ശരിക്കുമുള്ള സ്നേഹമല്ല. Jesus says that I love my Father and I want all the world to know that. ഇവിടെ യേശു കർത്താവ് പറയുന്നത്, ഞാൻ എന്റെ പിതാവിനെ സ്നേഹിക്കുന്നുണ്ട്, ആ സ്നേഹം ലോകത്തിലുള്ള എല്ലാവരും The അറിയണം. true love is not a secret at all. ശരിക്കുമുള്ള സ്നേഹം വാസ്തവമായ സ്നേഹം രഹസ്യത്തിലുള്ള സ്നേഹമല്ല. A true love is a public matter. Everybody should know about it. ശരിക്കുമുള്ള സ്നേഹം അത് പൊതുവിടത്തിൽ സകല മനുഷ്യരും അറിയപ്പെടുന്ന സ്നേഹം If you തന്നെയാണ്. think that your love cannot be revealed, I think there is some problem with love. നിങ്ങളുടെ സ്നേഹത്തെ വെളിപ്പെടുത്തുവാൻ നിങ്ങൾക്ക് ആകുന്നില്ല എങ്കിൽ ആ സ്നേഹത്തിൽ എന്തോ ചതിയുണ്ടോ. You must be very careful about that. അതിനെക്കുറിച്ച് നിങ്ങൾ You സൂക്ഷ്മതയുള്ളവരായിരിക്കണം. may be moving towards danger. നാം അപകടത്തിലേക്കാണ് പോകുന്നത്. But all true loves are public. It is in the public domain. എല്ലാ ശരിയായിട്ടുള്ള സ്നേഹവും അത് മറ്റുള്ളവർ അറിയണമെന്ന് ആഗ്രഹിക്കുന്നതും അറിയപ്പെടുന്നതുമാണ്. Don't keep it a secret. അതൊരിക്കലും ഒരു രഹസ്യമായിട്ട് The Lord സംരക്ഷിക്കപ്പെടില്ല. says, I want the entire world to know that. ഈ ലോകം മുഴുവനും ആ സ്നേഹത്തെ കുറിച്ച് അറിയണമെന്ന് പുത്രൻ ആഗ്രഹിക്കുകയാണ്. Because this is a true love. എന്തുകൊണ്ടെന്നാൽ ഇത് വാസ്തവമായ സ്നേഹമാണ്. And we must love people in such a way that, that our love can be made known to everybody. നാം മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം എല്ലാവരും അറിയട്ടെ എന്നുള്ള ബോധ്യത്തോടുകൂടി There should not be any hidden agendas, hidden plans in your love. ആ സ്നേഹത്തിന് ഏതെങ്കിലും രഹസ്യ തലങ്ങളിൽ സൂക്ഷിക്കപ്പെടേണ്ട There രഹസ്യങ്ങളൊന്നുമില്ല. should not be any wrong motives in your love. അതിന്റെ സ്നേഹത്തിന്റെ പിന്നിൽ രഹസ്യമായിട്ടുള്ള ലക്ഷ്യങ്ങളൊന്നുമില്ല. When you love from your heart. നാം സ്നേഹിക്കുമ്പോൾ ഹൃദയത്തിൽ നിന്ന് സ്നേഹിക്കുകയാണ്. And love as the Lord
loved his father. ആ യേശു കർത്താവ് പിതാവിനെ എങ്ങനെ സ്നേഹിച്ചോ അതുപോലെ സ്നേഹിക്കുവാൻ And ആവശ്യമുണ്ട്. that will be the true love. അത് തന്നെയാണ് വാസ്തവമായ സ്നേഹവും. So the true love is not a secret affair. അതുകൊണ്ട് ശരിയായിട്ടുള്ള സ്നേഹം എന്ന് പറയുന്നത് അത് രഹസ്യ സ്വഭാവമുള്ളതല്ല. It can be made public. അത് പരസ്യമാക്കുവാനായിട്ട് And സാധ്യതയുള്ളതാണ്. you will not be in danger. ഒരിക്കലും ആ പരസ്യമായിട്ട് അറിയിക്കപ്പെടുന്ന ആ സ്നേഹത്തിൽ ഒരിക്കലും ഒരു 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 അപകട സാധ്യതയില്ല. And if you are in a different kind of a love today, ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്നേഹത്തിൽ നാം ഇന്ന് ആയിരിക്കുന്നെങ്കിൽ I want you to check whether you are in real love or not. വാസ്തവത്തിലുള്ള സ്നേഹത്തിൽ നാം ആയിരിക്കുന്നു എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടത്. Now I'll come to the last point of today's sermon. ഇന്നത്തെ സന്ദേശത്തിന്റെ അവസാന ഭാഗത്തേക്ക് ഞാൻ വരട്ടെ. Chapter 10 and verse 17. 10-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. Jesus says, ഇവിടെ യേശു കർത്താവ് പറയുകയാണ്, the reason my father loves me is Yeah. that I lay down my life. പിതാവിനെ സ്നേഹിക്കുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത് എന്റെ ജീവനെ ഞാൻ വെച്ചു കൊടുക്കുന്നത് കൊണ്ടാണ്. The reason my father loves me. എന്റെ പിതാവിനെ സ്നേഹിക്കുന്നതിന്റെ കാരണം, So there is a reason for love. ആ സ്നേഹത്തിന് ഒരു കാരണമുണ്ട്. Oh, many times we think about unconditional love. Have you heard about that term? പലപ്പോഴും നമ്മൾ അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹത്തെ കുറിച്ച് നാം പറയാറുണ്ട്, കേട്ടിട്ടില്ലേ? I love somebody unconditionally. ഞാൻ ചിലരെ ഒരു വാദിയും കൂടാതെ സ്നേഹിക്കുന്നു. Do you love me unconditionally? ഒരു വാദിയുമില്ലാതെ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? We always talk about love which is not biased by any conditions. Some condition. We always talk about that. നമ്മൾ പലപ്പോഴും ഉപാധികളില്ലാത്ത സ്നേഹത്തെ കുറിച്ച് പറയാറുണ്ട്. But Jesus says, എന്നാൽ the ഇവിടെ യേശു reason കർത്താവ് my father loves. ഇവിടെ യേശു കർത്താവ് പറയുന്നത് പിതാവിനെ സ്നേഹിക്കുന്നതിന് കാരണം എന്തെന്നറിയാമോ? I think there is a reason for every love. എല്ലാ സ്നേഹത്തിനും പിന്നിൽ ഒരു കാര്യമുണ്ട്, കാരണമുണ്ട്. If there is no reason, that is not love. ഒരു കാരണവുമില്ലെങ്കിൽ അത് സ്നേഹമായിരിക്കുകയില്ല. I think, Pastor, you are talking something, strange. We always have heard God's love is unconditional. പാസ്റ്ററെ, ദുരുപദേശം പഠിപ്പിക്കുകയാണോ? നമ്മളെപ്പോഴും കേട്ടിട്ടുണ്ടല്ലോ അൺകണ്ടീഷണൽ ലവ് ആണെന്ന്. But Jesus says there is a reason for love. ഇവിടെ ഇതായ സ്നേഹത്തിന് ഒരു കാരണം കർത്താവ് പറയുകയാണ്. I have heard young people saying, I saw this girl on that conference. ചില യുവാക്കൾ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഒരു പെൺകുട്ടിയെ ആ ഒരു കോൺഫറൻസിൽ വെച്ചാണ് The കണ്ടത്. moment I saw her, ഞാൻ കണ്ട മാത്രയിൽ I fell in love. ഞാൻ സ്നേഹത്തിൽ വീണുപോയി. Thunderbolt, right? A love, like a love that suddenly started. പെട്ടെന്ന് തന്നെ ആ ഒരു സ്നേഹം ഉടലെടുത്തു. When I saw this girl, the love has initiated in my heart. കണ്ട മാത്രയിൽ തന്നെ സ്നേഹം എന്നിൽ ഉത്പാദിതമായി. I don't know what is the reason for that. There is no reason, but I love this girl. എനിക്ക് കാരണമൊന്നും അറിയത്തില്ല, അങ്ങനെ തോന്നിപ്പോയി. Let me tell you that is not love. ഞാൻ എങ്ങനെ പറയട്ടെ, അത് സ്നേഹമല്ല. All such loves are just infatuation. അത് വെറും ആകർഷണങ്ങൾ മാത്രമാണ്. It is not love. അത് ശരിക്കും സ്നേഹമല്ല. Every love has a reason. എല്ലാ സ്നേഹത്തിനും ഒരു കാരണമുണ്ട്. Even God's love has a reason. ദൈവത്തിന്റെ സ്നേഹത്തിനും ഒരു കാരണമുണ്ട്. I will tell you that. You don't be confused. അത് നിങ്ങൾ അതിനകത്ത് പ്രശ്നത്തിൽ കുരുങ്ങേണ്ട ആവശ്യമില്ല, ഞാൻ പറയാം. Jesus says, the reason my father loves me. എന്റെ പിതാവിനെ സ്നേഹിക്കുന്നതിന്റെ കാരണം എന്തെന്നാ? There is a reason for love. ആ സ്നേഹത്തിന് ഒരു കാരണമുണ്ട്. Every love has a reason. എല്ലാ സ്നേഹത്തിനും ഒരു കാരണമുണ്ട്. Without a reason, there is no love. ഒരു കാരണം കൂടാതെയുള്ള സ്നേഹമില്ല. Father's purest love has a reason. പിതാവിന്റെ ആ നിർമ്മലമായിട്ടുള്ള നിർവ്യാജമായിട്ടുള്ള സ്നേഹത്തിന് ഒരു കാരണമുണ്ട്. That reason is because Jesus is willing to give his life. അതിന്റെ കാരണം എന്ന് പറയുന്നത് യേശു കർത്താവ് തന്റെ ജീവനെ വെച്ചു കൊടുക്കുവാനായിട്ട് മനസ്സുള്ളവനായതുകൊണ്ട്. That is why Father loves him. അതുകൊണ്ടാണ് പിതാവ് പുത്രനെ സ്നേഹിക്കുന്നത്. So every love has a reason. എല്ലാ സ്നേഹത്തിനും ഒരു കാരണമുണ്ട്. What is when God loved us? ദൈവം നമ്മെ സ്നേഹിച്ചപ്പോൾ there is nothing that attracted God. ദൈവത്തിനെ ആകർഷിക്കുന്ന പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലായിരുന്നു. When we look it from our point of view, നമ്മുടെ വീക്ഷണകോണിൽ നിന്ന് നോക്കി കാണുമ്പോൾ, people say when God loved me, there was no reason for that. ദൈവം എന്നെ സ്നേഹിച്ചപ്പോൾ അതിനൊരു കാരണവും കണ്ടെത്തുവാൻ I was a sinner. ഞാനൊരു പാപിയായിരുന്നു. I was away from God. ഞാൻ ദൈവത്തിൽ നിന്ന് അകലെയായിരുന്നു. I did things which grieved the heart of the God. ദൈവത്തിന്റെ പിതാവിന്റെ ഹൃദയത്തെ വ്രണപ്പെടുത്തുന്ന അനേക കാര്യങ്ങൾ ഞാൻ ചെയ്തിരുന്നു. I did everything evil and bad in my life. എന്റെ ജീവിതത്തിൽ എല്ലാ പോരായ്മയും ദുഷ്ടതയും ഉണ്ടായിരുന്നു. So I wonder what God saw in me to love me so much. എന്നെ ദൈവം സ്നേഹിക്കുവാനായിട്ട് എന്ത് കാരണമാണ്? There is no reason. ഒരു കാരണവുമില്ല.
But when God looks at from his point of view, എന്നാൽ ദൈവം തന്റെ വീക്ഷണകോണിൽ നിന്ന് അതിനെ നോക്കി കാണുമ്പോൾ God has a reason. ദൈവത്തിനൊരു You know കാരണമുണ്ട്. what is that? എന്ത് കാരണമെന്നറിയാമോ? The Bible says, വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, you and I are created in the image and likeness of God. പിതാവിന്റെ ദൈവത്തിന്റെ രൂപത്തിലും സ്വരൂപത്തിലും സാദൃശ്യത്തിലും നാം സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. There is no other product in the world created in the image of God's likeness, in the image of God and likeness. ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട ലോകത്തിൽ ഒരു വസ്തുക്കളും ഒരു വ്യക്തികളുമില്ല. Nothing else in the world. ലോകത്തിൽ ഒന്നും തന്നെ അങ്ങനെ There's സൃഷ്ടിച്ചിട്ടില്ല. only one product God created in the likeness and image of God. ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഏക വ്യക്തി മനുഷ്യരാണ്. Is that enough for God to love me and you? നമ്മെ സ്നേഹിക്കുവാനായിട്ട് അത് കാരണമല്ലേ? ഒരു കാരണമായിരിക്കുന്നില്ലേ? There's nothing else. മറ്റൊന്നുമല്ല. God has created us in his image and likeness. ദൈവം നമ്മെ അവന്റെ സ്വരൂപത്തിലും തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. അതുകൊണ്ട് അവൻ നമ്മെ സ്നേഹിക്കുന്നു. The pure love sees the likeness and the image of God in the object of love. ശരിക്കുമുള്ള സ്നേഹം എന്ന് പറയുന്നത് ആ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയില് ആ തന്റെ സ്വരൂപവും സാദൃശ്യവും കാണപ്പെടുന്നതാണ്. I'll take you to the Garden of Eden now. ഏദൻ തോട്ടത്തിലേക്ക് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു Man sinned. മനുഷ്യൻ പാപം ചെയ്തു. Man was created. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു. And man was alone. പുരുഷൻ ഒറ്റയ്ക്കായിരുന്നു, ഏകനായിരുന്നു. And God created a madam for him. അവന് വേണ്ടിയിട്ട് ഒരു സ്ത്രീയെ ദൈവം ഉണ്ടാക്കി And നൽകുകയാണ്. Adam was very happy about it. അതിനെക്കുറിച്ച് ആദാം വളരെ സന്തോഷിക്കുകയാണ്. And God brings Adam's madam to him one day. ആ സ്ത്രീയെ ആദാമിന്റെ മുമ്പാകെ ഒരു ദിവസം ദൈവം കൊണ്ടുവരികയാണ്. You know what did Adam say at that point of time? ആ സമയത്ത് ആദാം എന്താണ് പറയുന്നത്? This is my flesh. ഇത് എന്റെ മാംസം, This is my bones. എന്റെ അസ്ഥി. He could see his image in her. തന്റെ സ്വരൂപത്തെ ആ സ്ത്രീയിൽ തനിക്ക് കാണുവാൻ The സാധിച്ചു. first expression of his love is, it is my flesh, it is my bone. ആദാമിന്റെ ഹൃദയത്തിൽ സ്നേഹത്തിന്റെ ഒന്നാമത്തെ ബഹിർസ്ഫുരണം ഉണ്ടായത് അവളിൽ തന്റെ സ്വരൂപവും സാദൃശ്യവും കണ്ടതുകൊണ്ടാണ്. Adam did not say, oh, your nose is so beautiful. ആദാം ഒരിക്കലും പറഞ്ഞില്ല നിന്റെ മൂക്ക് Your മനോഹരമായതുകൊണ്ടാണ്, eye is so bright. നിന്റെ കണ്ണുകൾ വളരെ Oh, your പ്രകാശമാനമായതുകൊണ്ടാണ്, smile is so charming. നിന്റെ പുഞ്ചിരി വളരെ You have ആകർഷണീയമാണ്, long hairs. നിനക്ക് നീളമുള്ള No, മുടിയുണ്ട്. that is not what Adam said. അതല്ല ആദാമിനെ ആകർഷിച്ചത്. Adam said, I can see my image in you. ആദാം പറയുകയാണ്, എന്റെ സ്വരൂപം നിന്നിൽ ഞാൻ കാണുന്നു, I see my flesh in you. എന്റെ മാംസം, എന്റെ ജഡം നിന്നിൽ I കാണുന്നു, see my blood flowing through you. എന്റെ രക്തം നിന്നിൽ ഞാൻ കാണുന്നു, I see my bones in you. എന്റെ അസ്ഥിയിൽ നിന്ന് നീ അസ്ഥിയാണ്. God says the same thing with you. ദൈവം അതേ കാര്യം നമ്മോടും I പറയുന്നു. see my image in you. ഞാൻ നിന്നിൽ എന്റെ സ്വരൂപത്തെ ദർശിക്കുന്നു. How can I reject you when you commit sin? നീ പാപം ചെയ്യുമ്പോൾ എങ്ങനെ നിന്നെ ഞാൻ തള്ളിക്കളയും? How can I leave you? എങ്ങനെ ഞാൻ നിന്നെ ഉപേക്ഷിക്കും? I will come after you. ഞാൻ നിന്റെ പിന്നാലെ വരും. I will revive you. ഞാൻ നിന്നെയും വീണ്ടും I ജീവിപ്പിക്കും. will give you a life eternal. നിത്യജീവനെ ഞാൻ നിനക്ക് ദാനം I will ചെയ്യും. send my only son for you. ഞാൻ നിനക്ക് വേണ്ടി എന്റെ ഏകപുജാതനെ ഞാൻ അയക്കും. I will die for you. അവൻ നിനക്ക് വേണ്ടി മരിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിക്കും. Because you are created in my image. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ എന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ്. God has a reason to love. ദൈവത്തിന് സ്നേഹിക്കുവാനായിട്ട് ഒരു കാരണമുണ്ട്. God has a reason to love his son. പുത്രനെ സ്നേഹിക്കുവാനായിട്ട് ഒരു God has കാരണമുണ്ട്. a reason to love his people. ദൈവത്തിന് തന്റെ ജനത്തെ സ്നേഹിക്കുവാനായിട്ട് ഒരു കാരണമുണ്ട്. I do believe that each one of you have a reason to love. നമ്മിൽ ഓരോരുത്തർക്കും സ്നേഹിക്കപ്പെടുവാൻ ഒരു കാരണമുണ്ട്. Bible says to the husbands, love your wives. ബൈബിൾ പറയുകയാണ്, വേദപുസ്തകം പറയുന്നു, ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുക. You can ask God, why should I love my wife? പിതാവിന് ദൈവത്തോട് ചോദിക്കുക, ദൈവമേ എന്തുകൊണ്ട് ഞാൻ എന്റെ ഭാര്യയെ സ്നേഹിക്കണം? Oh, when I see her behavior, I don't feel like loving her. അവളുടെ പെരുമാറ്റം കാണുമ്പോൾ സ്നേഹിക്കുവാൻ എനിക്ക് തോന്നുന്നില്ല. When I see the way he talk, I don't feel like loving her. അവളുടെ സംഭാഷണം കേൾക്കുമ്പോൾ എനിക്ക് സ്നേഹിക്കുവാൻ തോന്നുന്നില്ല. But God says there's a reason for you to love her. ദൈവം പറയുകയാണ്, സ്നേഹിക്കുവാൻ ഒരു കാരണമുണ്ട്. Because you are her husband. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ അവളുടെ ഭർത്താവാണ്. The reason is that you are her husband. കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ഭർത്താവായതുകൊണ്ടാണ്. And the same way wife says, my husband does not love me. ഭാര്യമാരിങ്ങനെ പറയുമായിരിക്കും, എന്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നില്ല, He don't take care of me. എന്നെ പരിപാലിക്കുന്നില്ല, He doesn't provide for me. എനിക്ക് വേണ്ടി കരുതുന്നില്ല. He is not loving. He is not a loving person. അതേ സ്നേഹമുള്ള ഒരു വ്യക്തിയെ അല്ല. Oh, I cannot love him. എനിക്ക് അയാളെ സ്നേഹിക്കുവാനാകില്ല. But Bible says
വേദപുസ്തകം പറയുന്നു, You need to love him because there's a reason, because you are his wife. ഭാര്യമാരോട് പറയുകയാണ്, നിങ്ങൾ ഭർത്താവിനെ സ്നേഹിക്കുവാൻ ഒരു കാരണമുണ്ട്. എന്തുകൊണ്ടെന്നാൽ അയാൾ നിങ്ങളുടെ ഭർത്താവാണ്, നിങ്ങൾ അയാളുടെ ഭാര്യയും. The Bible does not say that you love everybody. You must love everybody. നിങ്ങൾ എല്ലാവരെയും സ്നേഹിക്കണം. But in that exclusive sense, പ്രത്യേകമായിട്ടുള്ള നിലയിൽ in relationship you are commanded to love because there is a reason for love. ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ സ്നേഹിക്കുവാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ തമ്മിൽ ഒരു ബന്ധമുണ്ട്. We don't love people because we like them. നാം പലപ്പോഴും ജനങ്ങളെ സ്നേഹിക്കാറില്ല. എന്തുകൊണ്ടെന്നാൽ നാം അവരെ ഇഷ്ടപ്പെടുന്നവരാണ്. We don't love them because we like them. We don't love because we like. നമ്മൾ അവരെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് നാം പലപ്പോഴും അവരെ സ്നേഹിക്കാറില്ല. Why? Because there are things in people which we don't like. വ്യക്തികളിൽ ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത അനേക കാരണങ്ങൾ കണ്ടേക്കാം. In spite of all those things, we are commanded to love them because we are the children of God. എന്നാൽ ദൈവവചനം പറയുന്നത് നാം ദൈവമക്കളായതുകൊണ്ട് അവരിലെ ഇഷ്ടക്കേടുകളെല്ലാം മറന്നുകൊണ്ട് അവരെ സ്നേഹിക്കുവാനായിട്ട് നാം ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു. Love each other because you are my disciples. എന്റെ ശിഷ്യന്മാരായതുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നത്. So there's a reason for your love. നിങ്ങളുടെ സ്നേഹത്തിന് തമ്മിലുള്ള സ്നേഹത്തിന് ഒരു മാനദണ്ഡമുണ്ട്. I think there is a reason for every love. എല്ലാ സ്നേഹത്തിനും ഒരു കാരണമുണ്ട്. Even God's love has a reason. ദൈവത്തിന്റെ സ്നേഹത്തിന് ഒരു കാരണമുണ്ട്. The unconditional love remains only in the imagination of poets. കാവ്യ സങ്കല്പമായിട്ട് നിരുപാധിക സ്നേഹത്തെ കുറിച്ച് വർണ്ണിക്കാറുണ്ട്. Every love has a reason. എല്ലാ സ്നേഹത്തിനും ഒരു കാരണം ഉണ്ട്. Now God the Father says, I love my son, or I love my son because he gives his life. ഇവിടെ പിതാവ് പറയുകയാണ്, ഞാൻ എന്റെ പുത്രനെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ തന്റെ ജീവനെ കൊടുക്കുവാൻ തയ്യാറാണ്. Jesus loved us so much. യേശു കർത്താവ് നമ്മെ അധികം സ്നേഹിക്കുന്നു. And gave himself for us. തന്നെ നമുക്ക് വേണ്ടി മറുവിലയായിട്ട് നൽകുകയാണ്. Jesus passed the love from the Father to each and every one of us. പിതാവിൽ നിന്ന് സ്നേഹം സംഭരിച്ച് നമ്മിൽ ഓരോരുത്തരിലേക്കും അവനത് വിതരണം ചെയ്യുകയാണ്. And on the cross of Calvary, he has displayed that unique divine agape love. അവിടെ കാൽവറി ക്രൂസിൽ ദൈവികമായിട്ടുള്ള അഗപ്പെ സ്നേഹത്തിന്റെ വെളിപ്പെടൽ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. If you have never experienced love in your life, ജീവിതത്തിൽ സ്നേഹം ഒരിക്കലും നിങ്ങൾ അനുഭവിച്ചിട്ടില്ല എങ്കിൽ, look at the cross and you'll be able to see a unique love. ആ ക്രൂസിലേക്ക് നോക്കുക. ഏറ്റവും വ്യക്തമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള സ്നേഹം നിങ്ങൾക്ക് അവിടെ കാണുവാൻ Jesus കഴിയും. dying on your behalf is an expression of his love for you. നമുക്ക് പകരമായിട്ട് യേശു കർത്താവ് അവിടെ ക്രൂസിൽ മരിക്കുന്നു എന്നുള്ളത് ദൈവ സ്നേഹത്തിന്റെ പ്രതിഫലമായിരിക്കും. Many of us are experiencing that love. ആ സ്നേഹം നമുക്ക് അനുഭവിച്ചെടുക്കുവാൻ If കഴിയുന്നുണ്ടോ? there's anyone who do not experience that love, ആ സ്നേഹത്തെ നമ്മൾ ആർക്കും സ്വാംശീകരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, the Lord is inviting you today to experience it today. ഇന്ന് പൽക്കാലം ആ സ്നേഹം നിങ്ങളുടേതാക്കി തീർക്കുവാനായിട്ട് ദൈവം നിങ്ങളെ ആഹ്വാനം Come to ചെയ്യുകയാണ്. Jesus. കർത്താവിന്റെ അടുക്കലേക്ക് കടന്നു Give your വരിക. life to him. നിങ്ങളുടെ ജീവിതത്തെ അവന്റെ കരങ്ങളിലേക്ക് Invite him പരമേൽപ്പിക്കുക. into your heart. നമ്മുടെ ഹൃദയത്തിലേക്ക് അവനെ ക്ഷണിക്കുക. And you will be able to experience that unique love. ആ പ്രത്യേകമായിട്ടുള്ള സ്നേഹം നിങ്ങൾക്കും അനുഭവിച്ചറിയുവാനായിട്ട് So we have സാധിക്കും. seen 5 points here about the divine love. ദൈവിക സ്നേഹത്തെ കുറിച്ച് 5 പ്രമാണങ്ങൾ, തത്വങ്ങൾ നാം കാണുകയുണ്ടായി. The true love shares everything. ശരിയായിട്ടുള്ള വാസ്തവമായിട്ടുള്ള സ്നേഹവും സകലവും The പങ്കിടുന്നതാണ്. true love is transparent. ആ ശരിയായിട്ടുള്ള സ്നേഹം സുതാര്യമായ സ്നേഹമാണ്. The true love protects the dignity of the other person. ശരിയായിട്ടുള്ള സ്നേഹം സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയുടെ ആ മഹത്വവും അത് സംരക്ഷിക്കുന്നതാണ്. The true love is not a secret. ശരിയായിട്ടുള്ള വാസ്തവമായിട്ടുള്ള സ്നേഹം ഒരു രഹസ്യമായിരിക്കുന്നില്ല. The true love has a reason. ശരിയായിട്ടുള്ള സ്നേഹത്തിന് ഒരു കാരണമുണ്ട്. May the Lord bless each and every one of us to be in true love in the days to come. ഈ വിധത്തിലുള്ള ശരിയായിട്ടുള്ള സ്നേഹത്തിന്റെ സംവാഹകരായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മാറാം. Thank you for your patient listening. ഇത് കേൾക്കുവാനായിട്ട് കാണിച്ച സന്മനസ്സിന് നന്ദി.